അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സഹായാർത്ഥനകൾ അർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും അല്ലാഹു തആല ആഗ്രഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ ഓതിയ പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണേ. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും എന്തെല്ലാമാണോ, എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ, പേർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം വിട്ടുനിന്ന് അല്ലാഹു പറഞ്ഞതുപോലെ, അല്ലാഹു ഇഷ്ടപ്പെട്ടതുപോലെ, അല്ലാഹു പൊരുത്തപ്പെടും പോലെ നമ്മൾ ചെയ്യണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ അറിയണേ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണേ എന്ന് അല്ലാഹു തആല പറയുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, എല്ലാ ഓരോ നഫ്സും ഓരോരുത്തരും അവർ ചിന്തിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്താണ് നാളത്തേക്ക് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അവൻ ചിന്തിക്കണം, ആലോചിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, എന്താണ് എൻ്റെ ജീവിതം, നാളേക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കലെത്തുമോ, അത് അല്ലാഹു എനിക്ക് പ്രയോജനവും പ്രതിഫലവും നൽകുന്നതാണോ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണേ. വീണ്ടും അല്ലാഹു തആല പറയുന്നു, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്യണേ, അല്ലാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കണേ, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണേ, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ നിങ്ങൾ അറിയണേ. അല്ലാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെങ്കിൽ അത് അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്യണം. അത് അല്ലാഹു കാണിച്ചതുപോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും പ്രവർത്തിച്ചതുപോലെ നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നന്നായി അറിയുന്നുണ്ട് കേട്ടോ, നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലാഹു മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവനാണ്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന ആയത്തുകൾ പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട. അല്ലാഹുവിനെ അറിയാതെ മനസ്സിലാക്കാതെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കണ്ട. അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ ജീവിക്കേണ്ട. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, ഒരു വിഭാഗം മുമ്പ് അതുപോലെ കടന്നുപോയിട്ടുണ്ട്. അല്ലാഹുവിനെ ധിക്കരിച്ചവരും അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവരും അഹങ്കരിച്ചവരും അല്ലാഹുവിനോട് പരസ്യമായി പുച്ഛിച്ചവരും എല്ലാം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആകാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെയും മറന്നുകളയും കേട്ടോ, അല്ലാഹു നിങ്ങളെയും അവഗണിക്കുകയും ചെയ്യും കേട്ടോ. ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ,
അവരാണ് യഥാർത്ഥ തമ്മാടികൾ, അവരാണ് ഏറ്റവും വലിയ അക്രമികൾ. അല്ലാഹു എന്ന് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കാണാതെ, അല്ലാഹു തരുന്ന വായു, അല്ലാഹു തരുന്നതായ സൂര്യൻ, അല്ലാഹു ചെയ്യുന്നതായ ചന്ദ്രൻ, നക്ഷത്രാദികൾ, അല്ലാഹു തരുന്ന റിസ്ക്, അല്ലാഹുവാണ് മാലിക്, അല്ലാഹുവാണ് റാസിഖ്, അല്ലാഹുവാണ് മുദബ്ബിർ, അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. ഈ ലോകത്തെ മുഴുവൻ നൽകുന്നവനും അല്ലാഹുവാണ് എന്നുള്ള വിശ്വാസം നാം ഓരോരുത്തരും അതുണ്ടാക്കണം, അതറിയണം. അതറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന് നമുക്ക് ലക്ഷ്യമുണ്ടാകുകയുള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതമാണ്. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു പോകേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്ത് വെച്ച് കെട്ടിയുണ്ടാക്കിയ ഭാര്യ, വീട്, സമ്പത്ത്, സ്വത്ത്, ധനം, നമ്മളുണ്ടാക്കുന്ന ഈ ബാഹ്യമായി ലോകത്തുണ്ടാക്കുന്ന ഈ ഭൗതിക കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾക്ക് ഉപകാരം ചെയ്യില്ല. ഈ കുറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയും അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുകയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും നരകമുണ്ട്, സ്വർഗമുണ്ട്, അല്ലാഹുവിനടുക്കൽ വിചാരണയുണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്താൽ അത് നിനക്ക് ബാക്കിയാകും. ബാക്കി ലോകത്ത് എന്ത് തന്നെ ഉണ്ടാക്കിയാലും ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വിട്ടിരിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാകുന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും വേണം. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും, നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ടാകും. ശാശ്വതമായ എന്നു നശിക്കാത്ത നമ്മുടെ സ്വർഗത്തിന്റെ ലോകത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് വലൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആ പരലോക ജീവിതമാണ് ശാശ്വതമായ ജീവിതം എന്ന് പറയുന്നത്. അതാണ് എന്നെന്ന് അവശേഷിക്കുന്നത്. അവിടെ മരണമില്ല, അവിടെ ജീവിതം മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചവർക്ക്, അല്ലാത്തവർക്ക് യാതനയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ജീവിതമാണുള്ളത്. വൽആഖിറത്തു, ആഖിറമാണ് യഥാർത്ഥമായ ജീവിതം. അതുകൊണ്ട് വജഅലിൽ ആഖിറത ഹമ്മക യജഅലുല്ലാഹു ഖിനാക ഫീ ഖൽബിക, നിന്റെ ലക്ഷ്യം ആഖിറമായിരിക്കണം എന്നുള്ളത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറത്ത് ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും നീ ഇവിടെ നിന്ന് പ്രവർത്തിക്കേണ്ടത്. നിന്റെ ലക്ഷ്യം, നിന്റെ നിയ്യത്ത്, നിന്റെ ഹമ്മ് എല്ലാം തന്നെ എല്ലാ സന്ദർഭത്തിലും അല്ലാഹ് പറഞ്ഞതുപോലെയാകണം, അല്ലാഹ് കൽപ്പിച്ചതുപോലെയാകണം, അല്ലാഹുവിന്റെ റസൂല് കാണിച്ചതും പ്രവർത്തിച്ചതുപോലെയാകണമെന്ന് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്. എന്നാൽ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഐശ്വര്യം നിറച്ചു തരും. നിന്റെ ജീവിതത്തിന് നിനക്ക് ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ വിജയത്തിൻ്റെതായ പൂക്കൾ കാണുന്നതാണ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഖിറത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ദുനിയാവിൽ നിന്റെ പിറകിലേക്ക് വരും. നിന്നി പിറകിൽ ദുനിയാവിനെ അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണെങ്കിൽ ദുനിയാവിൽ നിന്നെ തേടിക്കൊണ്ടുവരുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അസ്ബഹ്ത ഫലാ തൻതരിൽ മസാ. ഓ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പ്രഭാതമായി കഴിഞ്ഞാൽ ഞാൻ പ്രദോഷത്തിലുണ്ടാകുമെന്നറിയില്ല, വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്നറിയില്ല, രാവിലെ ആയി കഴിഞ്ഞാൽ ഫലാ തൻതരിൽ മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കേണ്ട, അതെനിക്ക് എത്തുമെന്നറിയില്ല, അവിടേക്ക് ഞാൻ ജീവിക്കുമോ എന്നറിയില്ല. പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷമായി കഴിഞ്ഞാൽ പ്രഭാതമാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. രാത്രി എത്ര പേര് ഉറങ്ങുന്നുണ്ട്, കിടന്നവർ ഉറങ്ങിയെഴുന്നേറ്റിട്ടില്ല, പകല് കണ്ടവരില്ല. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. രാത്രി നല്ല നിലക്ക് ഭക്ഷണം കഴിച്ച് കിടന്നവരാണ്, സംസാരിച്ച് കിടന്നവരാണ്. ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നവരാണ്. പക്ഷേ പ്രഭാതമായപ്പോൾ എഴുന്നേക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏത് സമയവും ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടവരാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്. ബാദിറൂ ബിൽ അമാൽ, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഉളരണേ,
ധൃതിപ്പെട്ട് ചെയ്യണേ, വളരെ അധികമായിക്കൊണ്ട്. എന്തെല്ലാമാണ് സൽക്കർമ്മങ്ങൾ, എന്തെല്ലാമാണ് നന്മകൾ, അതന്വേഷിച്ചുകൊണ്ട്, അതന്വേഷിച്ച് പിടിച്ചുകൊണ്ട് നന്മകൾ ചെയ്യാൻ വേണ്ടി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മത്സരിക്കണേ. ഫിത്തനൻ, വമ്പിച്ചൊരു നാശം വരാനുണ്ട്, വിപത്ത് വരാനുണ്ട്, പരീക്ഷണം വരാനുണ്ട്. മുതലും ഇരുളുമൊറ്റ രാത്രിയിൽ ആരാരും കാണാതെ പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങൾക്കിടയിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാതെ ഫിത്നകൾ വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു, യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയംസി കാഫിറാ. രാവിലെ മുസ്ലിമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പകലിൽ വൈകുന്നേരമാകുമ്പോൾ കാഫിറായ രീതിയിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടെ നാം അറിയണം, പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളെ മക്കളെക്കുറിച്ച് ചിന്തിക്കണം, നമ്മെക്കുറിച്ച് ചിന്തിക്കണം. പ്രഭാതത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, വൈകുന്നേരമാകുമ്പോൾ അമുസ്ലിമായി അവിശ്വാസിയായി വീട്ടിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. നമ്മളെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കണേ, കണ്ണോടിച്ചു നോക്കണേ. നമ്മളെ വലയിട്ട് വീശാൻ വേണ്ടി പലവിധ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും പല രീതിയിലും അകറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വാദത്തിൽ ബിസ്മിയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതായ മനുഷ്യർ വീട്ടിലേക്ക് അമുസ്ലിമായി വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ചുകൊണ്ടാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഇങ്ങനെയല്ല നടക്കുന്നത്. ആരുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ഏതെല്ലാം രീതിയിൽ ഈ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് നമ്മളെ എക്സ് മുസ്ലിം എന്ന് പേരാകാം, അല്ലെങ്കിൽ മുസ്ലിമാൻ എന്ന പേര് കൊണ്ടാകാം, തങ്ങന്മാരാകാം, മൗലവിമാരാകാം, മുസ്ലിയാക്കന്മാരാകാം. ഇസ്ലാമിൽ നിന്ന് അടിതെറ്റിക്കുന്ന നമ്മളെ എല്ലാവിധത്തിൽ നിന്നും തെറ്റിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളയല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഏതോ കോഴിക്കോട് ചിറ്റടിമീത്തര അബൂബക്കർ മൗലവിയാണെന്ന് പറയുന്നു. അത് മാത്രമല്ല പറയുന്നത്, ഇപ്പം പറയുന്നത് അത് ചിറ്റടിമുഖ CM മടവൂരുണ്ടല്ലോ, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാമെന്നേ ഞങ്ങൾ ആദ്യമായി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നമ്മളെ നിരക്ഷക്കെത്തുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തോട് ഒരു മൗലവി മാത്രമല്ല, ഔലിയ മാത്രമല്ല, റബ്ബുനാ CM മടവൂർ, നമ്മളെ രക്ഷിതാവ് തന്നെ CM മടവൂരാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ച ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് തന്നെ CM മടവൂരാണെന്ന് പറയുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലോകം. ഇതല്ലേ മുഹമ്മദ് റസൂൽ ശഫീഉനാ റസൂലുള്ളാഹി, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ പുന്നാരമുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവരേക്കൊന്ന് ചിന്ത കൊടുക്കണേ. യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ബിസ്മിയും സലാമും പറഞ്ഞ് പുറത്തിറങ്ങിയവനാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഷവിത്തുക്കൾ നമ്മുടെ ഹൃദയത്തിന് നമ്മളെ ഈമാനെ നശിപ്പിക്കുന്നതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് സാധാരണക്കാരല്ല, മുസ്ലിങ്ങളല്ല, വിവരമുണ്ടെന്ന് ഖുർആനും ഹദീസും പഠിച്ചവരാണ്, മുല്ലമാരാണ്, മൗലവിമാരാണ്. ഇതിനൊക്കെ മുമ്പന്തിയിൽ നിൽക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും മനസ്സിലാക്കിക്കുന്നതും ഈ പ്രദേശത്തെക്കുറിച്ച് പൊതുജനങ്ങൾ പറയേണ്ടതില്ലല്ലോ. തരീക്കത്തിന്റെ ആൾക്കാർ ഒരുപാട് ചുറ്റുന്ന പ്രദേശങ്ങളാണല്ലോ ഈ വിഷയത്തിൽ. തസവുവിന്റെ ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഈ പരിസരത്ത് ജീവിക്കുകയും മനുഷ്യരാ ഭാഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പരിസര പ്രദേശങ്ങളാണല്ലോ ഈ പ്രദേശമെന്ന് ഒന്നുകൂടി ഓർക്കണേ. അള്ളയെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത്. അള്ളാന്റെ സംരക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓരോരുത്തരും നമ്മൾ കിട്ടുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും അറിയണം, മനസ്സിലാക്കണം. നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാതെ ഇതൊക്കെ
ഇതിലൊക്കെ അള്ളാഹു നമ്മുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു ജില്ലയിലല്ലേ ഒരു പ്രളയമുണ്ടായത്, അതിൽ നിന്ന് അള്ളാഹ് നമ്മെ രക്ഷിച്ചില്ലേ? നമ്മളും വണ്ടി ഓടിക്കുന്നവരല്ലേ, നമ്മളും സമുദ്രത്തിന്റെ പരിസരത്ത് ജീവിക്കുന്നവരല്ലേ, മലമ്പ്രദേശങ്ങളുടെ മുമ്പാകെ നമ്മളെ ഭാഗത്തും ഇല്ലേ? അതൊന്നും ഉയൽപൊട്ടിക്കൂടെ? അതൊന്നും പൊട്ടിയൊലിച്ചൂടെ? അള്ളാഹ് നമുക്ക് സംരക്ഷണം നൽകിയില്ലേ? അള്ളാഹ്ക്ക് എപ്പോഴും നിഅമത്ത്, ഈ നിഅമത്തിന് ഇതിന് ഹംദ് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ്. എന്തോ ചെയ്യുന്ന നമ്മുടെ ഇബാദത്തിന്റെ കാരണം അള്ളാഹ് നമ്മളെ സംരക്ഷിക്കുക, അള്ളാഹ് നമുക്ക് സംരക്ഷണം നൽകുകയാണ്. ഈ സംരക്ഷണം നമ്മൾ കാറോടിക്കുന്നവരാണ്. ഒരു കാർ ആക്സിഡന്റ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമെല്ലാം അവസാനിക്കും. അള്ളാഹ് ടയർ പൊട്ടിച്ചില്ലല്ലോ. നമ്മുടെ വീടുകളിൽ ഗ്യാസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്യാസ് എല്ലാം കത്തിക്കുന്നില്ല നമ്മുടെ വീടുകളിൽ. പാതിരാ സമയത്ത് ഒരു എലി വന്ന ഗ്യാസിൻ്റെതായ ആ പൈപ്പൊന്നും മുറിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അവസാനിക്കുന്നതല്ലേ? ഇതൊന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾക്ക് ഈ നിഅമത്തുകളെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാനെന്തോ എന്ന് ചെയ്ത് ത്യാഗം ചെയ്തുകൊണ്ടാണ് അള്ളാഹ് എന്നെ പിടിക്കാത്തതെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്നു. അള്ളാഹിനെ നിങ്ങൾ വിചാരിക്കേണ്ട, അള്ളാഹ് നിങ്ങളെ കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് അള്ളാഹു തആല പറയുന്നു. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, അതെല്ലാം തന്നെ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, നമ്മൾ ഈ പരിസരങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ഒരുപാടുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ അടുത്തു തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ മലയാളത്തിൽ ഖുത്ബ നടക്കുന്നുണ്ട്, ആഴ്ചകൾ 2 ക്ലാസുകൾ നടക്കുന്നുണ്ട്, ആഴ്ചകളിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി CRI ക്ലാസുകൾ നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകം വനിതാ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇത് എന്റെ ജീവിതത്തിന് ആവശ്യമല്ലേ? ഞാൻ ഇൽമു പഠിക്കണ്ടേ, അള്ളാഹുവിനെ കുറിച്ച് അറിയണ്ടേ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണ്ടേ എന്ന ബോധം നമ്മൾക്കുണ്ടായിക്കൊണ്ട് എവിടെയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടക്കുന്നത് എന്ന് അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കാൻ ഞാൻ തുനിയേണ്ടവരല്ലേ? ഇതിനൊന്നും നമ്മൾ തുനിയാതെ നമ്മൾ മുൻഗാമികൾ നമ്മൾ ഉപ്പമാർ ചെയ്തില്ലേ, നമ്മൾ ഉപ്പമാർ നരകത്തിൽ പോയാലും ഞങ്ങളും ആ നരകത്തിൽ പോയി കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ചിന്തയാണ്. ഓരോരുത്തോട് ആലോചിക്കണം, മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോയിക്കൊണ്ട് നമ്മൾ ആ സ്ഥലങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ അധ്വാനിക്കും, അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല എന്റെ വാക്കുകളെ. നമ്മളെ പ്രഗത്ഭനായ വാഗ്മി ശിഹാബിയിലേക്ക് നമ്മൾ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കാര്യവത്തായ നിർദ്ദേശങ്ങൾ നൽകുവാനാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ വളരെ മനസ്സിരുത്തി കേട്ടുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റം ഉൾക്കൊള്ളാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് അവസാനമായി ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. എല്ലാവിധമായ ആഫത്ത് മുസീബത്ത് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗം കൊണ്ട് വലയുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഒരുപാട് മനസ്സുകൊണ്ടും എഴുത്തുകൊണ്ടും മീഡിയ കൊണ്ടും മറ്റുള്ള രീതിയിലും സ്ക്വാഡ് വർക്ക് കൊണ്ടും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഉയർന്നതായ പദവി നൽകി അള്ളാഹു തആല സ്വർഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ നമ്മളിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.